അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ശോശാമ്മ. ഞാൻ ആരോഗ്യപുരത്ത് നിന്ന് വരുന്നു. ഞാൻ 2 സാക്ഷ്യം പറയാനാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഒന്ന് എൻ്റെ മകളുടെ. ഇന്ന് എനിക്ക് പറയാനുള്ള എൻ്റെ ആദ്യത്തെ സാക്ഷ്യം തന്നെ, എൻ്റെ ശരീരം മൊത്തം നീരായിരുന്നു, നീർക്കെട്ടായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരീരത്ത് പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരീരത്ത് പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങളൊന്നുമില്ല, വാദം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വാദം ടെസ്റ്റ് ചെയ്തു, പക്ഷേ വാദത്തിൻ്റെ ഒന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ശരീരത്തിന് നിറച്ച് നീർക്കെട്ടാണ്, നീർക്കെട്ടിൻ്റെ പ്രശ്നം നല്ലപോലെ ഉണ്ട്, അതിന് മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മരുന്നൊന്നും കഴിച്ചെങ്കിലും എൻ്റെ അസുഖം അങ്ങനെ മാറിയൊന്നുമില്ല. എനിക്ക് നല്ല ശക്തമായ വേദന, പണികളൊന്നും എടുക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ തീർത്ത് കിടപ്പായിരുന്നു. അങ്ങനെ എനിക്ക് വയറൊക്കെ വന്ന് വീർത്ത് ഭയങ്കര വേദന വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മുട്ടിന് നീര്, കാലയിലൊക്കെ കയ്യിലൊക്കെ നീര്, അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ എന്നോട് എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചിമാരൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാൻ. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ട് തന്നെ എനിക്ക് രോഗശാന്തി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ധ്യാനം കൂടാൻ ഞാനിവിടെ വന്നിരുന്നു. ഞാനവിടെ ആ കസേരയിൽ ഇരിക്കുമ്പോഴെല്ലാം ഞെളിവിരി കൊണ്ടായിരുന്നു ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. എനിക്ക് വയറുവേദന, ശക്തമായ വയറുവേദന ഉണ്ടായിരുന്നു. ശരീരം മൊത്തം വലിഞ്ഞ് മുറുക്കി കെട്ടിവെക്കുന്ന പോലത്തെ വേദനയായിരുന്നു. പക്ഷേ ആ വേദന എല്ലാം സഹിച്ച് ഞാൻ അവിടെ നിന്ന് ധ്യാനം കൂടി ഉപവസിച്ച് തന്നെ ഇരുന്നാൽ ഞാൻ ധ്യാനം കൂടിയത്. അത് കഴിഞ്ഞ് കൈവയ്പ്പ് ശുശ്രൂഷയുടെ സമയത്ത് അതിക്ക് മുന്നേ തന്നെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി. ഞാൻ അവിടെ തലകറങ്ങി വീണായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കൈവയ്പ്പ് ശുശ്രൂഷയുടെ സമയത്തും എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. അതോടുകൂടി ആ കൈവയ്പ്പ് ശുശ്രൂഷയുടെ സമയത്ത് എൻ്റെ അസുഖങ്ങളെല്ലാം എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയും ഒത്തിരി രോഗശാന്തി കിട്ടുകയും ചെയ്തു. എനിക്ക് ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ, ഞാൻ വീട്ടിൽ ചെന്നും ഞാൻ ശാലോമിലും ആരാധനയും ധ്യാനം എല്ലാം കൂടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ എനിക്കൊരു തരി പോലും വേദനയില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനും പേടിയായിരുന്നു. കൊന്ത എത്തിക്കാൻ പറ്റില്ല. ഞാൻ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാണ്ടായി, മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റാണ്ടായി, ആകെ എനിക്ക് പ്രശ്നമായിരുന്നു. അതിലെല്ലാം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ലപോലെ വിടുതൽ കിട്ടി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ലപോലെ കൊന്ത എത്തിക്കാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ജപമാലയൊക്കെ എത്തിക്കാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു തൻ്റെയോ സാമർത്ഥ്യം നല്ല കഴിവുമായി. അതൊന്നും എന്നിൽ നിന്ന് വിട്ടുപോയായിരുന്നു. ഇവിടെ വന്ന ധ്യാനം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കെല്ലാം തിരിച്ചു കിട്ടിയത്. യേശുവേ നന്ദി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, രോഗശാന്തിയും അനുഗ്രഹിച്ച ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. രണ്ടാമത്തെ സൗഖ്യം എൻ്റെ മോൾക്കടേതാണ്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ എൻ്റെ മകളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു. അവളെ ഊട്ടിയിലാണ് കെട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് അവൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒത്തിരി പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് അവളുടെ 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവരെയും കൊണ്ട് ഇവിടെ വന്ന് ധ്യാനം കൂടി. കുർബാന നടക്കുന്ന സമയത്ത് അച്ഛൻ പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞായിരുന്നു ലെഫ്റ്റ് കാലിനും ലെഫ്റ്റ് ചെവിക്കും വേദനയുള്ളവരെ മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നിനക്കാണോ എന്ന് ചോദിച്ചാൽ അവളല്ല, എനിക്കല്ല അമ്മ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. അച്ഛൻ വീണ്ടും എടുത്ത് പറഞ്ഞു അങ്ങനെ മകളെ സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന്. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു നിനക്ക് എന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു. വീണ്ടും അച്ഛൻ കൗൺസിലിംഗ് നടത്തിയപ്പം അച്ഛൻ പറഞ്ഞു എന്നിട്ട് ലെഫ്റ്റ് കാലിനും ലെഫ്റ്റ് ചെവിക്കും വേദന സുഖപ്പെട്ടത് മോൾക്ക് തന്നെയാണ് എന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. എൻ്റെ മകൾക്ക് വേണ്ടി ആ രോഗം എൻ്റെ മോളിൽ നിന്ന് എടുത്തു മാറ്റി ഈശോ ഒത്തിരി അവളെയും അവളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സൗഖ്യങ്ങൾ ഈ ചേച്ചി എന്ന് വന്നാലും 1-2 സൗഖ്യം കിട്ടാറുണ്ട്. മാത്രമല്ല ശാലോമിൽ അഭിഷേകഗ്നി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യം എടുത്തു വയ്ക്കുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്ന അല്ലേ? അതെ, ദിവ്യകാരുണ്യം. കഴിഞ്ഞ ഞായറാഴ്ച ശനിയാഴ്ച ഞാൻ ഇവിടുന്ന് വെള്ളിയാഴ്ച ധ്യാനം കൂടിയിട്ട് പോയി. അത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി ഞാൻ ഇവിടുന്ന് എണ്ണ കൊണ്ടുപോയായിരുന്നു. ആ എണ്ണയെല്ലാം കുടിച്ചു. ഞാൻ അതിൽ നിന്ന് എനിക്ക് ഒത്തിരി സൗഖ്യങ്ങൾ കിട്ടി. വയറിളക്കമൊക്കെ ഉണ്ടായി. അങ്ങനെ ശരീരത്തുള്ള അഴുക്കുകളെല്ലാം ഇളകിപ്പോയി. അവിടെ നിന്ന് എനിക്ക് രോഗശാന്തി കിട്ടി. അത് കഴിഞ്ഞ് രാത്രി 10-8:30 ഞാനിങ്ങനെ എല്ലാ ശാലോമും വുഡ്ലാൻഡ്സും എല്ലാം മാറ്റി ആരാധനയും കുർബാനയും കൂടിക്കൊണ്ടിരിക്കും. ആ സമയത്താണ് ഞാനിങ്ങനെ 8:30 ആരാധന അങ്ങനെ കൂടിക്കൊണ്ട് എന്നിട്ട് ശാലോമിൽ അഭിഷേകാഗ്നി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കസേരയിൽ ഇരുന്ന ആരാധനയ്ക്കൊക്കെ കൂടുക. അന്ന് ഞാൻ ഈശോയുടെ അടുത്ത് പോയി നിന്ന് മുട്ടുകുത്തി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ഈശോയുടെ ശരീരത്തിൽ നിന്നും രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ അമ്പരന്ന് പോയി. ഞാൻ കണ്ട് സ്വപ്നം കണ്ടതാണോ എന്നോർത്തു. പക്ഷേ അല്ല, എനിക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റി. ഈശോയുടെ കുർബാനയ്ക്ക് എഴുന്നള്ളി വെച്ചേക്കുന്നതിൻ്റെ നടുക്കിൽ നിന്ന് ഒരു ആണിപ്പഴുതിലൂടെ ഇങ്ങനെ രക്തം താഴോട്ട്, എൻ്റെ TV-യിലാണ് ഞാൻ കണ്ടത്, താഴോട്ട് ഒഴുകിക്കൊണ്ട് വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ചേച്ചി കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം മുതൽ ഞാൻ കൂടുതലായിട്ട് ഈശോയ്ക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഞാൻ എനിക്ക് മാത്രം വേണ്ടിയല്ല, എൻ്റെ അയൽവക്കത്തുള്ളവർക്കൊക്കെ വേണ്ടി ഞാൻ ഒത്തിരി കൂടുതൽ പ്രാർത്ഥിക്കും. പല വീടുകളിലും ഇറങ്ങി ചെല്ലും, അവർക്ക് വേണ്ടി സംസാരിക്കും.
ഇവിടെ ധ്യാനം കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുന്നവരെ എല്ലാം ഞാനിവിടെ കൂട്ടിക്കൊണ്ട് വരാനും ഞാൻ ശ്രമിക്കാറുണ്ട്, കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇനിയും അങ്ങനെ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റിയാൽ ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഒത്തിരി പേരെ കൊണ്ടുവരും. എനിക്ക് ഒത്തിരി എഴുത്തോ വായനയോ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ഒത്തിരി ഞാൻ ഈശോയുടെ അടുത്ത് കൂടുതലിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് എനിക്ക് കിട്ടുക. വചനങ്ങൾ അങ്ങനെ ഒത്തിരി വചനങ്ങൾ ഞാൻ കാണാതെ പഠിച്ചിട്ട് നായ്ക്കമ്പറമ്പിലച്ഛനൊക്കെ ക്ലാസ്സിൽ വിളിച്ച് പറയുന്ന വചനങ്ങൾ ഞാൻ കാണാതെ ഇരുന്ന് പഠിക്കും. എന്നിട്ട് ആ വചനങ്ങളൊക്കെ ഞാനിങ്ങനെ കാണാതെ ഒരു ജപമാലയിൽ എത്ര മുത്തുണ്ടോ അത്രയും മുത്ത് ഞാൻ ചൊല്ലി കാഴ്ചവെക്കും. ഓരോ ജപമാലകളും ചൊല്ലി അങ്ങനെ കാഴ്ചവെക്കും. അതൊക്കെ ഞാൻ സമർപ്പിക്കും. അതേപോലെ ഈ ധ്യാന കേന്ദ്രത്തിനും അച്ഛനും വേണ്ടി എന്നും ഒരു കരണക്കൊന്ത ചൊല്ലി ഞാൻ കാഴ്ചവെക്കും. അങ്ങനെ എന്നാൽ കഴിയുന്നത് എല്ലാം ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. വരുന്ന വഴിക്കാണേലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം, ഇവിടുന്ന് അല്ല വേറെ ആണേലും എൻ്റെ വീട്ടിൽ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം കിട്ടിയ അനുഗ്രഹങ്ങളാണ്. എനിക്ക് ഇത്രയും നല്ല അനുഗ്രഹങ്ങളൊക്കെ ദൈവം തന്നെ എനിക്ക് തന്ന ദൈവത്തിന് എത്ര നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തലവേദന എടുക്കുന്ന ആൾ മൈഗ്രൈൻ തലവേദനയായിരിക്കും. ആ തലവേദന യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോയി. ആരെങ്കിലും ഉണ്ടോ? തലവേദന ഉണ്ടായിരുന്നു, വരുമ്പോൾ തലവേദന ഉണ്ടായിരുന്നു, തലവേദന വിട്ടുപോയി ആരെങ്കിലും ഉണ്ടോ? അത് കഴുത്തിന് വേദനയുണ്ട്, കഴുത്തിന് ചേച്ചുവാ. ഒരു സാക്ഷ്യം മറ്റൊരാൾക്ക്, ഒരു സാക്ഷ്യമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ സാക്ഷ്യം മറ്റൊരാൾക്ക് സൗഖ്യം നൽകും. ഈ സഹോദരിയിൽ നിന്ന് അവിടുന്ന് ആളുകളെ ശുശ്രൂഷ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരിക.